ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഉത്രാട ദിന ആശംസകൾ. ഉത്രാടം കഴിഞ്ഞിട്ടാണ് ഇത് ഞാൻ ഇടുന്നത്, എന്നാലും ഉത്രാടത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഉത്രാടപ്പാച്ചിൽ തന്നെയാണ് കേട്ടോ. പിന്നെ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇന്ന് അമ്മയുടെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. ഉത്രാടത്തിൻ്റെ ദിവസം പെട്ടെന്ന് തീരുമാനിച്ചിട്ട് അങ്ങനെ അമ്മയുടെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ നമ്മളെ വീട്ടിലിടുന്ന പൂക്കളൊക്കെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്, എന്നാലും ഇവിടെ ഇടുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉമ്മറൊക്കെ അടിച്ച് വാരി തുടച്ച്, പിന്നെ മാവില മാത്രം ഞാൻ ആദ്യം അരിഞ്ഞ് വെക്കുന്നുണ്ടോ, കറയുള്ളതുകൊണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പോയി കുളിക്കുന്നുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് കുറച്ച് കുഞ്ഞുമക്കളുടെ പേര് പറയാവേ. അംന, അനഘ, അനൂഗി, ഡയാന, അസ്ന, ഷസ, ആബിദ, ലേഖ, അക്ഷര, മിത്രജ, ഗൗരി, ഐഷ, അമ്മു. ഇങ്ങനെ ഞാൻ വീടിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് പറയാം കേട്ടോ. അപ്പോൾ അതാ കുളിച്ച് വന്ന് സാരി കൊടുത്തിട്ട് മുഖം ഒന്ന് ചെറുതായിട്ട് മിനുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സ്ട്രോ ക്രീം ആട്ടോ ഇട്ട് കൊടുത്തത് NYBയുടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഐഷാഡോ എനിക്ക് തോന്നുന്നു ഒരു ബർഗണ്ടി ഷെയ്ഡ് ഇട്ടു, പിന്നെ ബ്ലഷ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടു. ലിപ്സ്റ്റിക്ക് പിന്നെ നമ്മുടെ സ്വന്തം മാർസിൻ്റെ സെസ്റ്റി സൂമ്പ ആട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പിരികൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പൊട്ട് കുത്തി കണ്ണെഴുതി, അങ്ങനെ നമ്മുടെ ചെറിയ ചെറിയ മിനുക്ക് പണികളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ മുടിയൊക്കെ അഴിച്ചു. മുടിയിൽ എണ്ണയില്ലാത്തതിൻ്റെ എല്ലാവിധ പ്രശ്നവും എൻ്റെ മുടി. ഞാൻ കുറച്ച് ദിവസമായി മുടി ശ്രദ്ധിച്ചിട്ട്, അതിൻ്റെ പ്രശ്നങ്ങളാട്ടോ മുടിയിൽ കാണുന്നത്. അപ്പോൾ മുടിയൊക്കെ കെട്ടി കുറച്ച് പൂവൊക്കെ വെച്ച്, പിന്നെന്താ ചന്ദനമൊക്കെ തൊട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചുന്തിരിയായോ ഇല്ലയോ എന്നൊക്കെ പറയണം കേട്ടോ. എൻ്റെ ജിംക്ക് എങ്ങനെയുണ്ട് ഗൈസ്, ഇഷ്ടപ്പെട്ടു? അത് കഴിഞ്ഞ് ഞാൻ നേരെ പൂക്കളത്തിൻ്റെ കളം വരയ്ക്കാനാട്ടോ പോകുന്നത്. കളം വരച്ച് പൂ അരിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ആ നേരം കൊണ്ട് കുറച്ച് കുഞ്ഞുമക്കളുടെ പേരും കൂടെ പറയാം. ആദിദേവ്, മരിയ മാത്യു, ആദിത്യ, നിത, സിയ, മിഷ്ന, ഐഷ, ആൽഫ, ശ്രീ പാർവതി, ശ്രീലയ. അപ്പോൾ നമ്മളിവിടെ പൂക്കളം വരപ്പ് തകൃതിയായി നടക്കുന്നുണ്ട് അല്ലേ. ആദ്യമായിട്ടാട്ടോ ഞാൻ സാരി എടുത്ത് പൂക്കളൊക്കെ വരയ്ക്കുന്നത്. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു സാരി മെയിൻറ്റെയിൻ ചെയ്യാൻ. ഫുൾ കൈ ആയതുകൊണ്ട് കൈ മടക്കുമ്പോൾ ഇങ്ങനെ ചെറിയ വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ, പക്ഷെ എന്നാലും ഞാൻ വരച്ചിട്ടുണ്ട്. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ 11 ദിവസം എനിക്ക് ഡിഫറെൻറ്റ് പൂക്കളം വരയ്ക്കണമെന്ന്. അതെന്തായാലും എനിക്ക് സാധിച്ചു. പക്ഷേ എനിക്ക് 2 ദിവസത്തെ പൂക്കളം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ല, അതിൻ്റെ ഒരു ചെറിയ സങ്കടമുണ്ട്. അപ്പോൾ അതാ എൻ്റെ ഫുൾ ലുക്ക് ഞാൻ ചുമ്മാ ഇങ്ങനെ കാണിച്ചു തരിക കേട്ടോ. ഇങ്ങനെയുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നേരെ പൂ അരിയാനായിട്ടാണ് പോണത്. എല്ലാ പൂവും ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ പൂ അരിഞ്ഞ് തീരുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് കുഞ്ഞുമക്കളുടെ പേരും കൂടെ പറയാവേ. അഫ്രിൻ, അൻവിയ, ഹന്ന, നിധ, സന, നിഷ്വ, ദേവു, ഇഹ, ഐഷ, അഫ്സന, അനുശ്രീ, മിൻഹ, ആമിന. ഇനിയുണ്ടല്ലോ, ഞാൻ ഏതൊക്കെ കളർ പൂവാണ് എടുത്തിരിക്കണമെന്ന് ചുമ്മാ ഒന്ന് പറഞ്ഞുതരാവേ. അപ്പോൾ ഈ റോസ് കളറിൽ തന്നെ ആസ്റ്റർ എന്ന് പറഞ്ഞ പൂവ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്ഥിരം ഓറഞ്ചും മഞ്ഞയും ജമന്തി എടുത്തിട്ടുണ്ട്, ഉണ്ട ജമന്തി. പിന്നെ റോസ് കളറിലുള്ള റോസ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വൈറ്റ് ഫ്ലവർ എടുത്തിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ പേര് അറിയില്ല കേട്ടോ. പിന്നെ ഈ ആസ്റ്ററിൻ്റെ തന്നെ കളർ ചേഞ്ച് ആയിട്ടൊരു ചെറിയൊരു ഷെയ്ഡ് ഡിഫറൻസ് വരുന്ന ഫ്ലവറും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അവസാനമായിട്ട് ഞാൻ മാവിൻ്റെ എല്ലാം അരച്ചെടുക്കുന്നുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. അത് അരച്ചെടുത്തിട്ട് ഞാൻ ഫിനിഷിംഗ് ലെയർ കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ എല്ലാ കളർ പൂക്കളും ഓരോരോ പാത്രത്തിലാക്കി അരിഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കുറച്ച് പേരുകൾ നോക്കിയാലോ. അൻഷിത, ഹന, നാജിയ, ഫൈഹ, ദിയ, വൈഷ്ണവി, ദേവു, ലിയ, ദക്ഷിണ, അഹല്യ, മൃദുല, അതിഥി ലക്ഷ്മി, നിബിത, ശിവദ, നൈറ, അഫ്ര, ഷഹീദ, അഭയ, ദേവഹാര, അനാമിക, ഐസ, അദ്മിക, അഫ്ന, അനാമിക, അന്ന, നജ, ദീക്ഷ, ദേവിക, ഷഹാന, ഫൗമ, അമേഗ, ഐഷ, നിദ, നസ്മിയ. അപ്പോൾ ഇതാ ഇത്രയും പേര് പറഞ്ഞ നേരം കൊണ്ട് ഞാൻ എന്താ പറയുക, പൂവൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതാട്ടോ നമ്മൾ ഇത്രയും പൂക്കളാട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പൂവിട്ട് തുടങ്ങുക. ഞാനിങ്ങനെ ചെറുതായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏതൊക്കെ പൂവ് എവിടെ ഇടണ്ടേന്ന്. കുറേ കൺഫ്യൂഷൻ അടിച്ചായിരുന്നു. ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് പക്ഷേ വരച്ച് കുറച്ച് ഫിനിഷിങ് കുറവ് എനിക്ക് പേഴ്സണലി തോന്നി കേട്ടോ. അപ്പം നിങ്ങൾക്ക് പൂക്കളം ഇഷ്ടപ്പെട്ടോ, ഫിനിഷിങ് കുറവ് തോന്നിയോ, പിന്നെ എന്തൊക്കെ പോരായ്മകളാണ് തോന്നിയത് എന്നൊക്കെ പറയണം കേട്ടോ. ഞാനിത് അത്ര ഇട്ടപ്പോഴേക്കും എന്തോ ഒരു ആവശ്യത്തിനകത്ത് പോയിട്ട് പിന്നെ വന്നിരിക്കുവാണ് കേട്ടോ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യം ആസ്റ്ററിൻ്റെ പിങ്ക് കളറാട്ടോ ഞാൻ സെൻറ്ററിൽ ഇട്ട് കൊടുത്ത്. പിന്നെ സെൻറ്ററിൽ ഞാനൊരു ചെറിയ സ്പേസ് വിട്ടിട്ടുണ്ട്, അവിടെ ഞാൻ ലാസ്റ്റ് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക അടുത്തത് ഏത് കളർ കൊടുക്കണം എന്നൊക്കെ ചിന്തിക്കണയാണ് കേട്ടോ അത്. പിന്നെ ഈ 11 ദിവസത്തിൽ 9 ദിവസത്തെ ആട്ടോ ഞാൻ ഫ്ലവേഴ്സ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ എത്ര എണ്ണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഏതൊക്കെ നിങ്ങൾ കണ്ടു എന്നൊക്കെ എന്നോട് പറയണേ. പിന്നെ ഞാൻ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് കുറേ നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാനിതിൻ്റെ കുറച്ച് റെഫറൻസ് നോക്കുന്ന പിൻട്രസ്റ്റിലാട്ടോ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. കളർ കോമ്പിനേഷനൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാറ്. ഡിസൈൻ മാത്രം ഞാൻ പിൻട്രസ്റ്റിൽ നോക്കും. പിന്നെ ഞാൻ ഒറ്റയ്ക്കാട്ടോ ഞാൻ പൂക്കളൊക്കെ ഇത്രയും ദിവസം ചെയ്തത് എല്ലാം. അതിലാകെ ഒരു ദിവസം മാത്രം എൻ്റെ അനിയൻചക്കൻ വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാ ദിവസവും ഞാൻ ഒറ്റയ്ക്കാട്ടോ എല്ലാ പൂക്കളും ചെയ്തത്. അപ്പോൾ ഇതാ പൂവിടുന്ന നേരം കൊണ്ട് വേറെ കുറച്ച് മക്കളുടെ പേരും കൂടെ പറയാം കേട്ടോ. ജാനു, ഗംഗ, പൂജ, അസ്ന, മിച്ചു, ഫൈഹ, സഞ്ജന, ഗായത്രി, ഫർഹ, ജുന, ജഹ്റിൻ, ആലിയ, ആഫിയ, ശ്രീലക്ഷ്മി, ഇൻഷ, നിയ, നിവ്യ, എവിലിൻ,
പ്രാർത്ഥന, ചൈതന്യ, അരുണിമ, ഹാദിയ, ഇഫ, നന്ദന, നസ്മിയ, നാദിയ, മിത്ര, ആതിര, ഫൈസി, ഖദീജ, റിദ, അഞ്ജന, അമേഘ, റിയ, അമീന, നിശ്വ, അലോണമോൾ, അമീലിയ, പ്രണവ്, പ്രിൻസി, നികിത, ജഫ്ന, അമേയ, അവന്തിക, ഹാദിയ, ശിവാനി, ശിവദ, അമീന, പല്ലവി, നീനു, ഫസ്ന, ഇഷാനി, അദീത, അഭിഷിക, അഭിരാമി, ഋതിക, അക്ഷര, ശിവ, ദക്ഷിണ, സിനാൻ, റിഫ, ശിവഗംഗ, സന, സുഹറ, ഹാദിയ, ഹന്നത്, ഷസ, പൊന്നു, ഐറിൻ, ദിൽജിത്ത്, അന്ന, ഷിഫ, ജുവൽ, സജിനി, ഹരിത. അപ്പോൾ ഇത്രയും പേരാട്ടോ ഞാൻ പറയുന്നത്. ഈ കുറച്ച് ദിവസത്തെ തിരക്കിൽ ഞാൻ കമൻറ്റ്സ് നോക്കി എനിക്ക് ഇത്രയും പേരെ നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കി ഞാൻ കുറേ പേര് നാളെ ഒക്കെ ആയിട്ട് ഒരു ദിവസമായിട്ട് വരുന്ന വീഡിയോസിൽ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത വീഡിയോസ് വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ റെസ്പോൺസ് നിങ്ങളെല്ലാവരും സപ്പോർട്ടും സ്നേഹവും തന്നത് എനിക്ക് പൂക്കളത്തിൻ്റെ വീഡിയോസിലാണ്. അപ്പോൾ അതാ നമ്മുടെ ഈ തിരുവോണം 11 ദിവസം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വർഷം ആവുന്ന വരെ പൂക്കളിടാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഞാൻ എങ്ങനത്തെ കണ്ടൻറ്റാണ് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിന്ന് കാണാൻ കൂടുതൽ ഇഷ്ടം എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മുടെ ഫാമിലിയുടെ ഇഷ്ടം നോക്കി നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷവും ഇഷ്ടവും എല്ലാം നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക് എത്തിക്കുന്നുണ്ട്. അത് 2 സൈഡിലും മഞ്ഞയും കൂടി ഇട്ട് അവസാനം ബോർഡറിൽ പച്ചയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ പൂക്കളം കംപ്ലീറ്റ് ആവും കേട്ടോ. പിന്നെ ഞാൻ സെൻറ്ററിൽ പച്ച വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു യെല്ലോ ബഡ് റോസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടമായാലൊക്കെ പറയണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ സദ്യ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. സദ്യ ഒരു ചെറിയ സദ്യയായിരുന്നു, കുറച്ച് ഐറ്റംസേ ഉള്ളൂ കേട്ടോ. ആദ്യം തന്നെ ശർക്കര വരട്ടിയും പഴവും പിന്നെ എന്താ പറയുക ചിപ്സൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണോ ഓർഡർ കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എൻ്റേതായ കണക്കിൽ അങ്ങനെ വിളമ്പിയതാണ് കേട്ടോ. പിന്നെ സദ്യ ഒന്നും കഴിക്കുന്നത് ഞാൻ എടുത്തില്ല, എനിക്കെന്തോ മടിയായിരുന്നു കേട്ടോ അങ്ങനെ എടുക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട പറയണേ. എൻ്റെ പൂക്കളാട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഉത്രാട വിശേഷങ്ങൾ. ചെറിയൊരു വ്ളോഗാക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമായിട്ട് ഇടുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതല്ലേ. എല്ലാവർക്കും ടാറ്റാ.